We were dwelling upon the first epistle of Peter, and today we will continue on the same. നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിലെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഒരു ചെറിയ പഠനം നടത്താം. And continuing with the same theme, we will meditate from verse 5 to verse 9. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക വിശേഷണങ്ങൾ നമ്മളിപ്പോൾ ഈ വായിച്ച വേദഭാഗത്ത് കാണാം. And we were looking at certain characteristics of the church of God from what we read here. പ്രത്യേകിച്ച് ദൈവസഭ എന്നുള്ളതിന് ആത്മീക ഗൃഹം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചതാണ്. And we were looking at last night as how the church of God is referred to as a spiritual house. മറ്റൊരു പ്രയോഗമാണ് പുരോഹിതവർഗം എന്നുള്ളത്. And another usage of words is priesthood. പുരോഹിതവർഗം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമവുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. And the explanation given here for priesthood can be compared to what we have in the Old Testament. പഴയ നിയമത്തിലെ ദേവാലയം, ആ ദേവാലയത്തിൽ പുരോഹിതവർഗത്തിന് പ്രവേശിക്കാൻ അനുവാദമുള്ള സ്ഥലത്തിന് വിശുദ്ധ മന്ദിരം എന്നായിരുന്നു പറയുന്നത്. And we know with reference to the temple of God and the place where which they had access to was called the holy place. അപ്പോൾ ഈ ഭാഗത്തോടെ നമുക്ക് ദൈവസഭയെ വിശുദ്ധ മന്ദിരം എന്ന പദത്താൽ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാം. And that is why in this passage we can understand that we are called a holy place or a spiritual house. മൂന്നാമത് വേറൊരു വിശേഷണം 9-ാം വാക്യത്തിലാണ് അത്ഭുത പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. And another important thing to note here is the usage of the words marvelous light. ആ 3 പദങ്ങളാണ് നമ്മൾ വായിച്ച ഭാഗത്ത് സഭയെ വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. And it is through these 3 phrases that the church is described. സഭയെക്കുറിച്ച് പറയുമ്പോൾ മറ്റും പല പദങ്ങൾ തിരുവെഴുത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. And we know that many other phrases are used and titles are used for the church. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നുണ്ട്. We know that the church is the body of Christ. മണവാട്ടിയാണെന്ന് പറയുന്നുണ്ട്. And we know that the church is the bride. ഇങ്ങനെ പല വിശേഷണങ്ങൾ സഭയ്ക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. And we can see such titles being bestowed upon the church. ഇവിടെ കാണുന്ന 3 വാക്കുകളിലൂടെയാണ് തുടർന്ന് ഒരു ചെറിയ പഠനം നാം നടത്തുന്നത്. And based on these phrases which we have here in this passage, we will continue our study. ഞാൻ 3 വാക്കുകൾ ഒന്നെടുത്ത് പറയാം. I will repeat those 3 phrases. 1 ആത്മീക ഗൃഹം. The first is the spiritual house. 2 വിശുദ്ധ മന്ദിരം. The second is the holy temple. 3 അത്ഭുത പ്രകാശം. And the third is the marvelous light. അതിൽ ഓരോന്നും നമുക്ക് അല്പം ഒന്ന് നോക്കാം. Let us look at each of these. ആത്മീക ഗൃഹം എന്ന് സഭയെ വിശേഷിപ്പിക്കുമ്പോൾ ആ സഭയുടെ പ്രത്യേകത തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. And when the church is referred to as a spiritual house, we see something very special here. നമുക്ക് ദൈവവചനത്തിൽ ലഭിച്ചിട്ടുള്ള അനേക പദവികൾ കാണാനായിട്ട് കഴിയും. And we can see various positions or titles which are given in the word of God. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള not only titles but the privileges. നമുക്ക് ധാരാളം പദവികൾ ദൈവം തന്നിട്ടുണ്ട്. And God has given us many privileges. ആ പദവികളോട് കൂടെ അനേക ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. And along with these privileges we have been given responsibilities. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. And combining these 2 concepts we see some of our responsibilities, some of our privileges and responsibilities. നമ്മുടെ ചില പദവികളും ഉത്തരവാദിത്തങ്ങളും we see here a combination of some of our privileges and responsibilities. ദൈവസഭയിൽ നമുക്കുള്ള ഒരു പദവിയാണ് ആത്മീയ ഗൃഹത്തിൽ നമ്മൾ ആരാണെന്നുള്ളത്. One of the privileges which is given unto us is who
who we are in this spiritual house. ഇവിടെ തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. And here the usage is, ye also as lively stones. നമ്മളെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത് മരിച്ചവരായിരുന്നു എന്ന. And in the letter to the Ephesians, we are referred to as someone who were dead. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ന നാം വായിക്കുന്നത്. And we read there, we who were dead in our trespasses and sins. അപ്പോൾ ആത്മീയമായി മരിച്ചവരായിരുന്നു നാം. We were dead spiritually. പക്ഷെ ഇവിടെ പറയാ, ഇന്ന് നിങ്ങൾ ജീവനുള്ളവരാണ്. But here we are referred to as someone who is living. അവിടെ ജീവനുള്ള കല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. And here we are referred to as lively stones. ഒരു കല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അതിൽ തന്നെ ജീവൻ ഇല്ലാത്തതാ. We know that a stone does not have any life in itself. അപ്പോൾ നമ്മളെ കല്ലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. And we are compared to a lively stone. അത് അതിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ജീവനില്ലാത്തതായിരുന്നു. And this itself shows us that it has no life. പക്ഷെ ഇന്ന് കല്ലിനെ കുറിച്ച് പറയുന്നു, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. But today we are referred to as lively stones. എങ്ങനെയാണ് ഈ ജീവൻ കിട്ടിയത്? How did we get this life? ക്രിസ്തുവിനെയും ഒരു കല്ലിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. We know that the Lord Jesus Christ is compared to a rock. ആ കല്ലിന് ചില പ്രത്യേകതകൾ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. And in verse 4 we see some characteristics of that stone. മനുഷ്യർ തള്ളിയ കല്ലാണ്. And we see that it is disallowed indeed of men. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയുള്ള കല്ലാണ്. But it is precious before God. ദൈവസന്നിധിയിൽ മാന്യതയുള്ള കല്ലാണ്. And it is chosen of God. ജീവനുള്ള കല്ലാണ്. It is a living stone. ഇങ്ങനെ ചില പ്രത്യേകതകൾ ആ കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. And we see some peculiarities of this stone. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവസന്നിധിയിൽ മാന്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. And the important, precious, with an important thing that we see here, it is precious before God. മലയാളത്തിൽ അത് മാന്യത എന്നാ പറഞ്ഞിരിക്കുന്നത്. And here in Malayalam it is referred to as something which has honor. പക്ഷെ ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ശരി, precious. English is- വിലയേറിയത് എന്നാണ് അതിന്റെ അർത്ഥം. In English it is much more accurate, says it refers to as precious. ആ കല്ലിന്റെ ഇരിക്കെ ചെന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ജീവനായി കല്ലായിട്ട് നിൽക്കാൻ പറ്റുന്നത്. It is because we have drawn close to this living stone that today we have become lively stones. ആ യേശുക്രിസ്തു എന്ന കല്ലിന്റെ പ്രത്യേകതകളിൽ ഒന്ന് ദൈവസന്നിധിയിൽ വിലയേറിയ കല്ലാണ് എന്നുള്ളതാണ്. And the importance that we see of that living stone, our Christ, is that it is precious before God. ആ കല്ലിന്റെ ഇരിക്കെ ചെന്നതുകൊണ്ട് ഇന്ന് നമുക്കും ആ വിലയുണ്ട്. And it is because we have drawn close nearer to that living stone, today we also have that same 7-ാമത്തെ attribute. വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. And here in verse 7 we read, unto you therefore which believe, he is precious. നമുക്കും ആ മാന്യതയുണ്ടെന്ന്. We have also received that preciousness. ദൈവസന്നിധിയിൽ കർത്താവിന് എന്തുമാത്രം വിലയുണ്ടോ, The value of Christ before God, നമ്മളെയും കാണുന്നത് ആ ക്രിസ്തുവിലൂടെയാണ്. and we are also seen through Christ. അതുകൊണ്ട് നമുക്കും പിതാവിന്റെ മുമ്പാകെ ആ മാന്യതയുണ്ടെന്നാണ് ഈ വചനം പറയുന്നത്. And we are indeed as precious to the Father as Christ. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മാന്യതയുള്ളത്. Not only do we have this preciousness because of life, എന്താ വചനം പറയുന്നത്? തന്റെ ഭക്തന്മാരുടെ മരണം പോലും യഹോവയ്ക്ക് വിലയേറിയതാ. we read in the scriptures that even the death of his saints is precious before his. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ് എന്നാണ് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്. This verse reminds us of how valuable we are before God. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അരിക്കൽ ചെന്നവർക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ടെന്ന് മാത്രമല്ല, താഴോട്ടുള്ള വാക്യങ്ങളിൽ അവർ ഇടറിപ്പോകത്തില്ല, അവർ വചനമുള്ളതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആലോചനകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And further on when we read, because we have drawn closer to this living stone Christ, we have been given many privileges. We do not stumble, we are kept safe by the word of God. ആ ദൈവസഭ എന്ന ആത്മീയ ഗൃഹം ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്കുള്ള റോളാണ് വി ആർ ദ ലിവിങ് സ്റ്റോൺസ്, ജീവനുള്ള കല്ലുകൾ എന്നത്. And the spiritual house, the church which is being built up, we have been given the role as lively stones. കല്ലുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല എന്താ? What is our responsibility as stones? നമുക്കറിയാം, ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ വെക്കുമ്പോൾ ഒന്നിനോടൊന്ന് ചേർന്നാണ് ഇരിക്കേണ്ടത്. And when we know that when a building is constructed, the stones are set alongside each other. അത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുമ്പോഴാണ് അതിന്റെ ഭിത്തികൾ ബലമുള്ളതായിട്ട് നിൽക്കുന്നത്. And when they are set against each other, that the wall gains strength. ആത്മീയ ഗൃഹത്തിലെ ജീവനുള്ള കല്ലുകളും അങ്ങനെ വേണം ഇരിക്കാൻ, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്ന കല്ലുകളായിരിക്കണം. Even in a spiritual house, the stones are to be set against each other like that. അത് ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട യൂണിറ്റിയെയും കൂടെ ഓർപ്പിക്കുന്ന ഒരു ആശയമാണ്. And it reminds us about the unity among the children of God. ഇത് പുതിയ നിയമത്തിൽ
പഴയ നിയമത്തിലും അതെ, പുതിയ നിയമത്തിൽ വളരെ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് ദൈവസഭയിൽ ഐക്യതയുണ്ടായിരിക്കണമെന്ന്. In the Old Testament, this is indeed confirmed, but more so in the New Testament, that there should be unity among the children of God. ദൈവം ആ വിഷയത്തെ എത്ര ഗൗരവമായിട്ടാണ് കാണുന്നതെന്ന് ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം. When we read the epistles, we see how important it is in the sight of God. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിലെ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു സഭയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഫിലിപ്പിയ സഭ. And when we read across the epistles, a church which was more or less ideal was the church at Philippi. കൊരിന്ത്യ സഭയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിലിപ്പിയ സഭ എത്രയോ നല്ലൊരു സഭയാണ്. Especially when we compare the church at Corinth, Philippians were doing much better. ആ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനങ്ങൾ വായിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും അവിടെ പറയുന്നില്ല. And when we read the epistle to this church, we see Paul has nothing much to complain about. എന്നാൽ അവിടെ ഒരു ചെറിയ കുഴപ്പം ഉണ്ടായിരുന്നു, അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. But there is a small problem there, and Paul highlights that. അത് എന്തായിരുന്നു? And what was that? അവിടെ ചിലരുടെ ഇടയിൽ ചില ഭിന്നതയൊക്കെ ഉണ്ടായിരുന്നു. And there was division among some people. വേണ്ട പോലെ യൂണിറ്റി അവിടെ ഇല്ലായിരുന്നു. The unity which was really required. അതുകൊണ്ട് രണ്ടാം അധ്യായം ഒക്കെ പറയുന്നത് ഏകജനതയോടിരിക്കണം, ഏകാത്മാവിലിരിക്കണം, ഏക ഹൃദയം ഉണ്ടായിരിക്കണം എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. And that is why when we read through chapter 2, we see that they were asked to be of one mind. അവിടെ തമ്മിൽ യൂണിറ്റി ഇല്ലാത്ത അധികം പേരൊന്നും ഇല്ല. There were not many people who were divided. രണ്ട് സഹോദരിമാരേ ഉള്ളായിരുന്നു. But these read about two sisters here. നാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. When we go through chapter 4, we see that. അവിടെ രണ്ട് സഹോദരിമാരുണ്ട്, യുവത്യ സിന്ധുക. അവരോടും പോയി പറയണം ഏകചിന്തയോടിരിപ്പാൻ. Euodias and Syntyche, in chapter 4, we see they are requested to be of the same mind. അത്ര വലിയ കാര്യമാണോ? പ്രത്യേകം പൗലോസ് എഴുത്തെഴുതി അവരെ അറിയിക്കത്തക്ക വിധ വലിയ വിഷയമാണോ രണ്ട് സഹോദരിമാർ തമ്മിൽ ഒരല്പ പിണക്കം? അത്രേ ഉള്ളൂ. Is it such a big matter that Paul had to write a letter for two sisters who had a slight disagreement? എൽഡേഴ്സ് തമ്മിൽ യൂണിറ്റി ഇല്ലെങ്കിൽ അത് ഇച്ചിരി ഗൗരവമായിട്ട് പറയണം. If the elders were in disagreement, then it would be serious. ദൈവദാസന്മാർ തമ്മിൽ യൂണിറ്റി ഇല്ലെങ്കിൽ വളരെ കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കണം. If the servants of God were at disagreement, then it would have to be mandatorily commanded. സഹോദരിമാർ തമ്മിൽ ഒരല്പം നമ്മുടെ ഭാഷ പറഞ്ഞ സൗന്ദര്യപ്പണക്കം അത്രേ ഉള്ളൂ ഫിലിപ്പിയ സഭയിൽ. And in Philippi we see between two sisters there was a very small agreement. പക്ഷെ പൗലോസ് അതുപോലും ഗൗരവമായിട്ട് എടുത്ത് പ്രത്യേകം അവരുടെ പേരൂടെ പറഞ്ഞ ലേഖനത്തിൽ എഴുതിയിരിക്കുക. But Paul takes this very seriously, referring them by name. He is calling this out. ഫിലിപ്പിയ സഭ ശരിയായി പണിയപ്പെട്ടു പോകണമെങ്കിൽ ഈ രണ്ട് കല്ലും ചേർന്നിരിക്കണം. If the church at Philippi has to be built up properly, these two stones have to go together. അല്ലെങ്കിൽ അതിന്റെ ഭിത്തിക്ക് ബലക്കുറവുണ്ടാകും. It will have the wall will have a weakness. അല്ലെങ്കിൽ അതിന്റെ പണിയെ സാരമായിട്ട് അത് ബാധിക്കും. And it will affect the construction. അപ്പം നമ്മളാരാ? ജീവനുള്ള കല്ലുകളാ. Who are we? We are lively stones. അത് സഹോദരന്മാരും മാത്രമല്ല, സഹോദരിമാരും ഈ ദൈവസഭയിലെ പണിക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ജീവനുള്ള കല്ലുകളാ. Not only the brothers but the sisters as well. We are used in the construction of this church of God, the house. അപ്പോൾ കല്ലുകൾ തമ്മിൽ എങ്ങനെ ഇരിക്കണം? How should the stones be towards each other? ചേർന്നിരിക്കണം. They should be united to each other. ഇനിയും ഈ പണിക്ക് ഉപയോഗിക്കപ്പെടുന്ന കല്ലുകൾ എന്നുള്ള നിലയിൽ And when we look at these stones which are being used for this construction, ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. we have to observe one more thing. അതൊരു കെട്ടിടം പണിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. When we compare to the construction of a building, ദൈവസഭയെ ഒരു കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്തി എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. and in Ephesians we see that the church of God is compared to a building. ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന് നല്ലൊരു അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും. And if a building has to be properly constructed, it needs to have a good foundation. ഇന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക് ഒരു നല്ല ഫൗണ്ടേഷൻ ഉണ്ട്. This church which is being built up has a good foundation. ഏതാണ് ഫൗണ്ടേഷൻ? What is that ആ foundation? ഫൗണ്ടേഷനെ കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നുണ്ട്. ക്രിസ്തു എന്ന മൂലക്കല്ലും അതോട് ചേർന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം. And we read that in the book of Ephesians that upon the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone. നല്ലൊരു അടിസ്ഥാനം ഉണ്ട്. There is a very good foundation. എന്താ യേശുക്രിസ്തു അടിസ്ഥാനത്തിന്റെ കോർണർസ്റ്റോൺ ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? Why is the Lord Jesus Christ called the cornerstone? ഒരു കെട്ടിടത്തിന് ആദ്യം ഇടുന്ന കല്ല് ഏതാ? അതിന്റെ മൂലക്കല്ല. Which is the first stone which is used for construction, the cornerstone. അതിന്റെ മൂലക്കല്ലായി അടിസ്ഥാനത്തിൽ ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വമാണ്. If as the strength of the construction is upon the chief cornerstone, the Lord Jesus Christ, we show that it is dependent on his lordship. അല്ലാതെ യേശുക്രിസ്തുവിനെ കൊണ്ട് അവിടെ ഒരു കല്ലായിട്ട് ഇട്ടിട്ടുണ്ടെന്നല്ലല്ലോ അർത്ഥം. The lordship of Christ, that is a cornerstone. It is not merely mentioned that Lord Jesus Christ is put there as a stone, but the foundation is on his lordship. അതോട് ചേർന്ന് അടിസ്ഥാന കല്ലുകൾ ഇട്ടിട്ടുണ്ട്. And along with that we see the foundation stone. അതേതാണ് അടിസ്ഥാന കല്ലുകൾ? What are those stones? Apostles and prophets. The apostles and the prophets. അത് എന്താ അതിന്റെ അർത്ഥം? What does that mean? അവരിലൂടെ നൽകപ്പെട്ട the fundamental doctrines.
Through them we have received the fundamental doctrines. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനം. That is the foundation of the church of God. അപ്പം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വവും അപ്പോസ്തലന്മാരിലൂടെ നൽകപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങളും എന്ന നല്ലൊരു അടിസ്ഥാനത്തിന്റെ മേലാണ് ഇന്ന് ദൈവസഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And the church of God today is being built upon that cornerstone, the lordship of the Lord Jesus Christ, and the fundamental doctrines being provided by the apostles. ഇതാണ് ദൈവസഭയ്ക്ക് അടിസ്ഥാന കല്ലുകളായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നവ. And these are the stones which have been used in that foundation for the church. ഇന്ന് മുകളിലോട്ടുള്ള പണിയാണ് നടക്കുന്നത്. And now the construction is being built up. ആ പണിക്ക് ഉപയോഗിക്കപ്പെടുന്ന കല്ലുകൾ നമ്മളാ. What are the stones being used there? ജീവനുള്ള കല്ലുകളാ. We are the lively stones. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, Then we have to observe this second point. ഒരു കെട്ടിടത്തിന് അടിസ്ഥാനമിട്ടിട്ട് മുകളിലെ പണിക്ക് ഉപയോഗിക്കപ്പെടുന്ന കല്ലുകള് അടിസ്ഥാനത്തെങ്കിൽ നിന്ന് മാറിക്കൊണ്ടിട്ട പ്രയോജനമുണ്ടോ? We should consider if the foundation is being built now and now the construction is being built up, can it be separate from the foundation? ഇല്ല, എപ്പോഴും അത് എവിടെ തന്നെ വെക്കുള്ളൂ. ഈ അടിസ്ഥാനത്തിന്റെ മേൽ ആണ് കല്ലുകൾ ഓരോന്നും വെച്ച് മുകളിലോട്ട് പോകുന്നത്. No, those stones cannot be separate. It has to be on that foundation and kept being built up. അപ്പൊ എത്ര നില മുകളിലോട്ട് പണിതാലും അത് ഈ അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടുന്നത്. You may build many floors, but it has all to be built on that foundation. എങ്കിലേ ബിൽഡിംഗ് ശരിക്കും നിലനിൽക്കൂ. Then only the building can stand. ദൈവസഭയും അങ്ങനെ തന്നെയാണ്. Church of God is like that. ഇതിന്റെ മുകളിലോട്ടുള്ള പണിയാണ് ഇന്ന് നടക്കുന്നത്. Now it is being built up today. നാം ആകുന്ന കല്ലുകൾ കൊണ്ടാണ് മുകളിലോട്ടുള്ള പണി പുരോഗമിക്കുന്നത്. And we are the stones which are being used in the progress of this construction. ഈ കല്ലുകൾ എപ്പോഴും ഇവിടെ തന്നെ കാണണം. So where should these stones be? അടിസ്ഥാനത്തിന്റെ മേൽ. It should always be on that foundation. അടിസ്ഥാന ഉപദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ വിട്ടുള്ള പണി ദൈവസഭയുടെ പുരോഗതിയെ സാരമായി ബാധിക്കും. It should be built on the foundation of the fundamental doctrines. Anything apart from that will affect the construction of the church of God. ഏതായി അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത്? What are these fundamental doctrines? നമ്മൾ ലേഖനങ്ങൾ പഠിച്ചാൽ പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസിലൂടെ അനേക ഉപദേശ സത്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. And when we read across the epistles, especially through Apostle Paul, many of these doctrines have been laid bare before us. എന്നാൽ പൗലോസ് വിശ്വാസത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ള നിലയിൽ ചിലത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. Even before Apostle Paul was given his apostleship, many doctrines were laid down before us. പെന്തക്കോസ്ത് നാളിൽ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട്, ദൈവസഭ തുടങ്ങിയപ്പം തന്നെ. In the day of Pentecost itself, it was revealed when the church of God was established. പെന്തക്കോസ്ത് നാളിലെ ചരിത്രം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണല്ലോ. And we see the reference to this in Acts of Apostles chapter 2. അന്ന് പത്രോസ് പ്രസംഗിച്ച് 3000 ആളുകൾ രക്ഷിക്കപ്പെട്ടു. And through the preaching of Peter, we see more than 3000. അടുത്ത് നടന്ന കാര്യം 41-42 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. And we see what happened afterwards in verses 41 and 42. വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. We see here that they that gladly received his word were baptized and added unto them. അത് 41-ാം വാക്യം. And that we see in verse 41. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടവർ വേർപെട്ട് ദൈവസഭയുടെ ഭാഗമായി, പ്രാദേശിക സഭയുടെ ഭാഗമായി എന്നാണ് അവിടെ പറയുന്നത്. And we see here that those who gladly received the word were baptized and joined together to the local church. That's what we read here. എന്നിട്ട് അവരെന്ത് ചെയ്തു പോന്നു എന്ന് 42-ാം വാക്യം പറയുന്നു. And verse 42 tells us what they continued in. 42-ാം വാക്യത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. In verse 42 we see 4 things. അത് 4ഉം അവര് തുടർച്ചയായിട്ട് ചെയ്തു പോകുന്ന 4 കാര്യങ്ങളാണ്. And these are things that they continued steadfastly in. അതെന്തൊക്കെയാണെന്ന് അവിടെ നിന്ന് ശ്രദ്ധിക്കാം. Let us look at these അവർ things. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, They heard the apostles' doctrine. കൂട്ടായ്മ ആചരിച്ചു, They were in fellowship. അപ്പം നുറുക്കി, They were in the breaking പ്രാർത്ഥന bread. കഴിച്ചും പോന്നു. And they were involved in prayers. ഇത് 4ഉം ചെയ്തു പോന്നു എന്നാ പറയുന്നത്. They were continuing in that. അടിസ്ഥാന ഉപദേശങ്ങളാണ് ഇത് 4ഉം. These are the fundamental doctrines. രക്ഷാസ്നാനം, വേർപാട് അടിസ്ഥാന ഉപദേശങ്ങളാണ്. And we know that salvation, baptism and separation. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വന്നവർ പിന്നെ തുടർച്ചയായിട്ട് ചെയ്യേണ്ട അടിസ്ഥാന ഉപദേശങ്ങളിൽ ചിലതാണ് അവിടെ പറയുന്നത്. And we see that those being saved, baptized, who have separated themselves, these are the 4 things they have to continue. അത് 4 കൂടിവരവുകളാണ്. And they are the 4 types of fellowship. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ സ്റ്റഡിക്ക് കൂടി വന്നെന്നാ. When we say that they heard the apostles' doctrine, they joined for the Bible study. കൂട്ടായ്മ യോഗങ്ങൾ ഉണ്ടായിരുന്നു. They had fellowship meetings. പ്രാർത്ഥനാ യോഗങ്ങൾ ഉണ്ടായിരുന്നു. They had prayer meetings. അപ്പം നുറുക്കാനുള്ള യോഗങ്ങൾ ഉണ്ടായിരുന്നു. And they had meetings for breaking of bread. ഞാൻ പറയട്ടെ, ഒരു സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട
നാലുവിധ യോഗങ്ങളാണ്. കുറഞ്ഞ പക്ഷം ഈ നാലുവിധ കൂടിവരവുകളും അടിസ്ഥാന ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. And we see the 4 meetings of a church which are laid down in these fundamental doctrines. അടിസ്ഥാനത്തിന്റെ മേൽ വേണം മുകളിലോട്ടുള്ള പണി നടക്കുവാൻ. And based upon this foundation, the construction has to ഓരോ be built up. ജീവനുള്ള കല്ലും ഈ അടിസ്ഥാനത്തിന്റെ മേലാണ് പണിയപ്പെടേണ്ടത്. Each of these lively stones is being put upon this അടിസ്ഥാനം foundation. വിട്ടുപോകരുത്. We cannot leave the foundation. എന്താ ദൈവസഭയുടെ അടിസ്ഥാനം? What is the foundation of the church? കുറഞ്ഞ പക്ഷം ബൈബിൾ ക്ലാസും കൂട്ടായ്മ യോഗവും പ്രാർത്ഥനാ യോഗവും അപ്പം തുറക്കാനുള്ള യോഗവും ഒരു സ്ഥലം സഭയിൽ ഉണ്ടായിരിക്കണം. At the very least, in the church of God and a local church, meetings for the apostles' doctrine, for fellowship, for breaking of bread and prayer should be there. അതാ ശരിക്കും പണിയപ്പെടുന്ന സഭ. That is the church which is being rightly built up. കേവലം ഞായറാഴ്ചത്തെ ഒരു കൂടിവരവ് കൊണ്ട് മാത്രം നിൽക്കുന്നെങ്കിൽ അത് അടിസ്ഥാനം തെറ്റിയുള്ള പണിയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം. We can understand that if we are gathering only for the Sunday meeting, then it's a construction which is not being done correctly. അപ്പോൾ മുകളിലോട്ടുള്ള പണി അടിസ്ഥാനത്തിന്റെ മേൽ തന്നെ ആയിരിക്കണം, അടിസ്ഥാനം വിട്ടുപോകരുത്. The construction which is being built up has to be on that foundation. ആത്മീയ ഗൃഹം എന്നുള്ള നിലയിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. അടുത്ത ഭാഗത്തോട്ട് വരാം. And I would like to just remind you about these 2 things about a spiritual house. We'll move ആത്മീയ on. ഗൃഹത്തിലെ ജീവനുള്ള കല്ലുകൾ First, lively stones in the spiritual പരസ്പരം house. ചേർന്നിരിക്കണം, We have to be fit together, അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടണം. built on that foundation. ഇനി അടുത്ത പദവി വിശുദ്ധ മന്ദിരം എന്നുള്ളതാ. And the next privilege which we are given is a holy temple. ഈ വിശുദ്ധ മന്ദിരം എന്നുള്ളത് 3 നിലകളിൽ ബൈബിളിൽ പറയുന്നുണ്ട്. And we see this at 3 levels. ഒന്ന് നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ആത്മാവ് വസിക്കുന്ന ശരീരമാണെന്ന് പറയുന്നുണ്ട്. And the first level is our body itself, which is a dwelling place for the Holy Spirit. ആത്മാവ് വസിക്കുന്ന മന്ദിരം എന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. It's written as the temple in which the Holy Spirit dwells. സ്വർഗത്തെക്കുറിച്ചും വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞിട്ടുണ്ട്. And the heavens is also called a holy temple. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവസഭയെ കുറിച്ചാണ്. But here it is being referred to the church of God. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അവിടെയും വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. And we see here in Hebrews chapter 10 as well, we see the access into this temple which is given unto അപ്പോൾ us. നമുക്ക് ആത്മീയ ഗൃഹത്തിൽ പ്രവേശനം തന്നിട്ടുണ്ട്. So we have been given access into this spiritual house. 2, നമുക്ക് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശനം തന്നിട്ടുണ്ട്. We have also been given access to this holy temple. ഈ വിശുദ്ധ മന്ദിരത്തിനകത്ത് നമുക്ക് പ്രവേശനം കിട്ടിയത് എങ്ങനെ? How did we gain access to this holy temple? അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാം. We can read that in Hebrews chapter 10 verses 19 and 20. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. Having therefore, brethren, boldness to enter into the holiest by the blood of Jesus. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് തന്നിട്ടുണ്ട്. So we have been given access to the holiest temple. ഇത് നമുക്കേ ഉള്ളൂ, പഴയ നിയമത്തിൽ എല്ലാവർക്കും ഇല്ലായിരുന്നു. This was not given to those who are from the Old Testament. പഴയ നിയമത്തിൽ 5-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചാൽ, If we read Psalm 5 and verse 7, അവിടെ ദാവീദ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. here David says something like this. ഞാനോ നിന്റെ ആലയത്തിലേക്ക് ചെന്ന വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. But as for me, I will come into thy house, and in thy fear will I worship toward thy holy temple. ദാവീദ് ദൈവാലയത്തിൽ ചെല്ലുകയാണ്. David is going to the house of God. ദൈവത്തെ ആരാധിക്കാൻ ഒരു അവകാശം ഇല്ലായിരുന്നു ദാവീദിന്. He did not have the privilege of worshiping God ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട്. because he had done many sins. പക്ഷെ ഇപ്പം തനിക്ക് അതിനുള്ള അധികാരം ദൈവം തന്നു. But now he has been given this power by God. അത് കൃപയാൽ ലഭിച്ചതാണെന്ന് ദാവീദ് പറയുന്നത്. And David says it is by grace alone. അങ്ങനെ കൃപയാൽ ദാവീദ് ദൈവാലയത്തിൽ ചെന്നു. And it's by grace that David is approaching the temple. ദൈവത്തെ ആരാധിക്കുക. He is worshiping God. പക്ഷെ എവിടെ നിന്ന് ആരാധിക്കുന്നത്? But where is he worshiping ആ from? വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാ പറയുന്നത്. David says here like this. വിശുദ്ധ മന്ദിരത്തിന് നേരെ towards the holy temple. He says here towards the holy temple. അതിന്റെ അർത്ഥം എന്താ? What is the meaning? ദാവീദ് ദൈവാലയത്തിലോട്ട് ആരാധിക്കാൻ പോവാണ്. David is going to the temple of God. വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല. He does not have entrance into that holy temple. എന്തുകൊണ്ട്? Why? അവിടെ പുരോഹിതന്മാർക്കേ പ്രവേശിക്കാവുള്ളൂ. Because there only the priests can enter. വിശുദ്ധ മന്ദിരത്തിലെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാരും അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കലും. In the holy temple, in the holy place, only the priests, and in the most holy place, only the high priest can enter. ദാവീദ് പുരോഹിതനല്ല. David is not a priest. രാജാവായിരിക്കാം, ശരിയാ. He is a king, no doubt. രാജാവാണെന്നും പറഞ്ഞ് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറാൻ വന്നാൽ അവിടെ പ്രവേശനമില്ല. But if he says, I am a king and I want to enter into that holy temple, പിന്നെ എവിടെ നിന്ന് വേണം ആരാധിക്കാൻ? where should he worship from?
പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെയോ സമാഗമന കൂടാരത്തിൻ്റെയോ ഭാഷയിൽ പറഞ്ഞാൽ ഇൻ ദ കോർട്ട്യാർഡ്, പ്രാകാരത്തിൽ നിന്ന് വേണം ആരാധിക്കാൻ. And if we use this Old Testament terminology about the house of God, he can only enter into the courtyard. അപ്പം ദാവീദ് എവിടെ നിന്നാ ദൈവത്തെ ആരാധിച്ചേ? So where is he worshipping? പ്രാകാരത്തിൽ നിന്ന്. Only from that courtyard. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചില്ല. In the holy temple he cannot enter. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരിക. But turn to the New Testament. എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രവേശനം. Where have we received entrance to? ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും തന്നിരിക്കുകയാണ്. He has given us the confidence to enter into the holiest. അപ്പൊ നമുക്ക് വിശുദ്ധ മന്ദിരത്തിൽ ധൈര്യമായിട്ട് പ്രവേശനം തന്നു. We can enter into this holy temple with all the confidence. നീ ആ വിശുദ്ധ മന്ദിരത്തിൽ എവിടം വരെ പ്രവേശിക്കാം നമുക്ക്? Now where can we go till? കൃപാസനം ഇരിക്കുന്നിടത്ത് വരെ ധൈര്യത്തോടെ ചെല്ലാം. We can go to that seat of mercy. അതല്ലേ എബ്രായ ലേഖനം 4-ാം അധ്യായം പറയുന്നത്. And that is what Hebrews chapter 4 tells അതുകൊണ്ട് us. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. We are asked to come boldly unto the throne of grace that we may obtain mercy. ഇതാ നമുക്ക് തന്ന ആ വലിയ പദവി. And this is the great privilege which we have been ഇതെന്താ given. വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് പ്രവേശനം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? So what does it mean when we have access to the holy temple? നമുക്ക് ഇന്ന് കൂടി വരുന്ന ദേവാലയങ്ങളിൽ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടൊന്നുമില്ല. To the holy temple which we are entering today is not divided into a courtyard, a holy place or most holy place. എന്താ ഇതിന്റെ അർത്ഥം? So what does it mean? ഇത് വിശുദ്ധ മന്ദിരം എന്ന വാക്കുകൊണ്ട് ദൈവസഭയെ സൂചിപ്പിക്കുന്നു. The holy temple is referring to the church of God. എബ്രായ ലേഖനത്തിൽ തന്നെ താഴോട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കാം. We can understand that when we go through വിശുദ്ധ Hebrews, മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് he's saying that we have the confidence to enter into the holiest. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയാ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. And we are asked not to forsake the gathering together when we read further. അപ്പോൾ അവിടെ വിശുദ്ധ മന്ദിരം എന്തിനെ സൂചിപ്പിക്കുന്നു? So what- സഭയിലെ പ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. So what does the holy temple refer to? It refers to entrance into the അത് church of എങ്ങനെ God. നമുക്ക് പ്രവേശനം കിട്ടിയത്? How did we get this entrance? അതും എബ്രായ ലേഖനം പറയുന്നുണ്ട്. That's also ഒരു referred in Hebrews. ജീവനുള്ള പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു. It's a living way which has been opened unto us. A അതെങ്ങനെ new way. തുറന്നു? How did it open? തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി We see that through the veil that is തന്റെ his flesh, രക്തം ചൊരിഞ്ഞ് through the shedding of his blood. അങ്ങനെ ഒരു പുതിയ വഴി കാൽവറിയിലെ മരണത്തിലൂടെ തുറന്നു തന്നതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ദൈവസഭ എന്ന വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശനത്തിന് ധൈര്യം തന്നിരിക്കുക. And through the death on the cross, a new way has been opened unto us that we may boldly enter into the holiest. പഴയ നിയമത്തിലെ വിശുദ്ധ മന്ദിരത്തിൽ ആർക്കേ പ്രവേശനമുള്ളൂ? In the Old Testament, who had access into the holy place? കേവലം പുരോഹിതന്മാർക്ക്. Only the priests. അപ്പൊ ഇന്നത്തെ വിശുദ്ധ മന്ദിരത്തിലും പ്രവേശിക്കണമെങ്കിൽ ആരായിരിക്കണം? So if today you have to enter into the holy place, what പുരോഹിതരായിരിക്കണം. you should be priests. അതിന് നമുക്കൊരു പദവിയും കൂടെ തന്നിരിക്കുക. എന്തായി? പുരോഹിത വർഗം. We have been given one more privilege, which is we are അതാണ് നമ്മൾ priesthood. വായിച്ച ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. And this passage tells us the same. ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് And we have been given this privilege of being a holy priesthood to offer spiritual ഇന്ന് sacrifices. ദൈവസഭയിലെ സകലരും പുരോഹിതരാ. In the church of God that we have before us, all are priests. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. All those who have been saved, both male and female, all are a part of that priesthood. ഈ പുരോഹിത പദവിക്ക് രണ്ട് പ്രത്യേകതകൾ ഈ വേദഭാഗം പറയുന്നുണ്ട്. And there are two features of this priesthood which are mentioned here. 5-ാം വാക്യത്തിൽ പറയുന്നു വിശുദ്ധ പുരോഹിത വർഗം. In verse 5 we see that it's a holy priesthood. 9-ാം വാക്യത്തിൽ പറയുന്നു രാജകീയ പുരോഹിത വർഗം. In verse 9 we see a royal priesthood. അപ്പൊ രണ്ട് പ്രത്യേകതകൾ ഈ പുരോഹിത പദവിക്ക് തന്നിരിക്കുക. And we see there are two characteristics of this position. ഞാനത് ഒന്നുകൂടെ പറയാം. ഒന്ന് വിശുദ്ധ പുരോഹിത വർഗം. Let me repeat that, a holy priesthood. രണ്ട് രാജകീയ പുരോഹിത വർഗം. Secondly, a royal priesthood. എന്താ വിശുദ്ധ പുരോഹിത വർഗം എന്നതിന്റെ അർത്ഥം? What does the holy priesthood mean? അതെന്താണെന്ന് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ആത്മീക യാഗം കഴിക്കാൻ വിശുദ്ധ പുരോഹിത വർഗമാക്കിയിരിക്കുക. We see that in this verse that we have been made a holy priesthood to offer up spiritual അപ്പൊ sacrifices. വിശുദ്ധ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല ദൈവത്തെ ആരാധിക്കുക. So as holy priest, part of the holy priesthood, we are to worship God. രണ്ട് രാജകീയ പുരോഹിത വർഗം. Secondly, royal priesthood. അപ്പൊ അതിനകത്ത് തന്നെ രണ്ട് പദവികൾ നമുക്ക് കാണാം. We see two privileges here. രാജകീയ പദവിയുമുണ്ട്, There is the royal part പുരോഹിത പദവിയുമുണ്ട്. and there is the priesthood. ഇത് രണ്ടും കൂടെ ചേർത്താണ് രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. And combining this, we are called the royal priesthood. ഇതും പഴയ നിയമത്തിലില്ല.
This is also not there in the Old Testament. പഴയ നിയമത്തിൽ അനേക രാജാക്കന്മാരുണ്ട്. ശൗല് തുടങ്ങി ധാരാളം രാജാക്കന്മാരെ നാം കാണുന്നുണ്ട്. In the Old Testament there were many kings starting from Saul. അനേക പുരോഹിതന്മാരുണ്ട്. അഹരോൻ മുതൽ അനേക പുരോഹിതന്മാരെ നാം കാണുന്നുണ്ട്. And there were many priests as well starting from Aaron. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര പേരുണ്ട്? But combining these two positions, how many രാജാവും പുരോഹിതനും കൂടിയായ എത്ര പേരെ കാണാൻ പറ്റും? How many of these people were there who were both kings and priests? അങ്ങനെ ചോദിച്ച പെട്ടെന്ന് ഒരാളുടെ പേര് നമ്മുടെ മനസ്സിൽ വരും. അതാരാ? If we think about it quickly, we will refer to one name, മൽക്കീസദേക്ക്. Melchizedek. പക്ഷെ മൽക്കീസദേക്ക് ഈ ശൗലും അഹരോനും കഴിഞ്ഞുള്ളതല്ല, അതിന് മുമ്പുള്ളതാ. But we see that Melchizedek was not after Saul and Aaron, but before them. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് രാജത്വവും പൗരോഹിത്യവും ദൈവം അനുവദിച്ചതിന് ശേഷമുള്ളയാളല്ല മൽക്കീസദേക്ക്, അതിന് മുമ്പേ ഉള്ളയാളാ. So we can see that Melchizedek was not someone who was, according to the Jews, who were granted king and a priest after that, but he was before that. എന്നാൽ യഹൂദന്മാർക്ക് രാജത്വവും പൗരോഹിത്യവും ദൈവം അനുവദിച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ചേർന്ന ഓരോ വ്യക്തിയെയും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. But after the Jews were granted kingship and priesthood, we do not see a single person who got both combined positions. ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ? Do we see anyone? അങ്ങനെ കാണാൻ സാധ്യതയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാം? പക്ഷെ ആയില്ലല്ലോ, ശ്രമിച്ചു, അതിന്റെ ശിക്ഷ അനുഭവിച്ചു. അത് സ്വയം ദൈവമാക്കി വെച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? What is the reason for that? ഇത് രണ്ട് ഗോത്രത്തിനാണ് കൊടുത്തത്. Because this was given to two separate രാജത്വം tribes. കൊടുത്തത് യഹൂദ ഗോത്രത്തിനാണ്. The kingship was given to the tribe of Judah, പൗരോഹിത്യം കൊടുത്തത് ലേവ്യ ഗോത്രത്തിനാണ്. and priesthood was given to the Levites. ഇത് രണ്ടും കൂടെ ചേർന്ന് ആരുമില്ല. Because there was no person who could combine both. അവിടെയാണ് നമ്മുടെ പദവി, അവിടെയാണ് നമുക്കുള്ള പ്രത്യേകത. And that is the privilege which we have been ഇവിടെ given. പറയുക, ദൈവസഭയിലെ ആളുകൾ രാജകീയ പുരോഹിത വർഗമാണ്. Those who are of the church of God are of the royal ഈ priesthood. രണ്ട് പദവിയും നമുക്ക് തന്നിരിക്കുക. These two positions of privileges have been അതാണ് given അതിന്റെ to us. മുകളിലത്തെ വാക്യത്തിൽ പറയുന്ന, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവനുള്ള മാന്യത മുഴുവനുണ്ട്. And that is why it is mentioned before that those of you who have believed have been made precious before God. ക്രിസ്തുവിന് ഇത് രണ്ടും ഉണ്ട്. And in Christ we see both things. ക്രിസ്തു രാജാവല്ല, രാജാതിരാജാവാ. Christ is the King of Kings. ക്രിസ്തു മഹാപുരോഹിതനാണ്. And Christ is also the high priest. ഈ രണ്ട് പദവിയും കൂടെ രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നമുക്കും തന്നിരിക്കുക. And combining these two privileges, we have been given the royal priesthood. അപ്പൊ രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതല എന്താ? So what is the responsibility as royal priesthood? അതും 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. That we see in verse 9. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത പദവി. We have been given a royal priesthood to shew forth the praises of him who hath called you. അപ്പൊ വിശുദ്ധ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ ദൈവസഭ ദൈവത്തെ ആരാധിക്കുക. As a holy priesthood, we have to worship God. രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ സുവിശേഷ വേല ചെയ്യുക. As the royal priesthood, we have to do the work of the gospel. അതാണ് സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. And that is the meaning of showing forth the praises. അതോട് ചേർത്ത് ചില പദവികളൂടെ അവിടെ പറയുന്നുണ്ട്. There are some more privileges which are given here. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, We have been a chosen generation, രാജകീയ പുരോഹിത വർഗമാണ്, royal priesthood, വിശുദ്ധ വംശമാണ്, holy nation, സ്വന്ത ജനമാണ്. a peculiar people. ഇങ്ങനെ പല പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. And there are many specialities which നമ്മൾ are mentioned. അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. We are not going into that. എന്നാൽ ഈ പുരോഹിത വർഗം, പുരോഹിത പദവിയെ കുറിച്ച് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. Let us only look at this priesthood. അപ്പൊ പഴയ നിയമത്തിലെ പലർക്കുമില്ലാത്ത എന്ന് പറഞ്ഞാൽ പലർക്കും എന്നല്ല, ആർക്കുമില്ലാത്ത ചില പദവികൾ ദൈവം നമുക്ക് തന്നിരിക്കുക. And so when we compare to the Old Testament, we have been given something which none of the people in the Old Testament had. പഴയ നിയമത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പുരോഹിത വർഗത്തിന് പ്രവേശനം ഉണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലത്ത്. And we see that in the holy temple, into the holy place, only priests had access. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ. And the holiest place, holy of holies, only the high priest had entered. എന്നാൽ പുരോഹിത വർഗം എന്ന നിലയിൽ നമുക്കിന്ന് വിശുദ്ധ സ്ഥലത്തല്ല, അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനം ഇരിക്കുന്നിടത്തും എപ്പോഴും ധൈര്യത്തോടെ ചെല്ലാൻ അവകാശവും ധൈര്യവും തന്നിരിക്കുക. But we have access today as the priesthood to the holy place, to the most holy place where the throne of grace is there. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ അവിടെ ഉണ്ട്. When we reach there, we see our high priest. അവിടെ കൃപാസനം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുക. That throne of grace is open for us. അവിടെ ചെന്നാൽ എന്താ പ്രയോജനം? What is the use of going there? എബ്രായ ലേഖനം പറയുന്ന വാക്ക് തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ്. We are repeating what it is given in Hebrews. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ. And we will receive grace to help in time of need. എപ്പോഴാ സഹായം കിട്ടുന്നേ?
When will we get help? കൃപാസനത്തെങ്കിൽ ചെന്നാൽ ദൈവം നമ്മെ സഹായിക്കും. എപ്പോഴാ സഹായിക്കുന്നേ? When we approach the throne of grace, when will we receive that help? തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. We'll receive help in time of need. അപ്പോൾ നമുക്ക് ലഭിച്ച പദവി വിശുദ്ധ മന്ദിരത്തിലെ പ്രവേശനം. And what is the privilege that we have received? To entrance into the holy ആ temple. വിശുദ്ധ മന്ദിരത്തിൽ അവർ പ്രിവിലേജ്, നാം പുരോഹിതരാണ്. And what is our privilege in that holy temple? We are priests. ആസ് ദ പ്രീസ്റ്റ് അവർ റെസ്പോൺസിബിലിറ്റീസ്. രണ്ട് കാര്യങ്ങൾ. വിശുദ്ധ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ ദൈവത്തെ ആരാധിക്കുക, രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ സുവിശേഷ വേല ചെയ്യുക. And as priests in that holy temple, we have two responsibilities: as holy priesthood to worship God, and as the royal priesthood, we are to do the work of the gospel. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. I'm repeating again. ആത്മീയ ഗൃഹം എന്ന ദൈവസഭയിൽ നാം ജീവനുള്ള കല്ലുകളാണ്. We are lively stones being built up into a spiritual house. ആ ജീവനുള്ള കല്ലുകൾ എന്നുള്ള നിലയിൽ ചേർന്നിരിക്കണം, അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടണം. As lively stones, we are to join together and to be built upon that foundation. വിശുദ്ധ മന്ദിരം എന്ന ദൈവസഭയിൽ നാം പുരോഹിത വർഗമാണ്. And in that holy temple of God, we are the priesthood. പുരോഹിത വർഗം എന്നുള്ള നിലയിൽ ദൈവത്തെ ആരാധിക്കണം, സുവിശേഷ വേല ചെയ്യണം. And as the priesthood of God, we are to worship God and we are to do the gospel work. ഇനി ദൈവസഭയെ വിശേഷിപ്പിക്കുന്ന മൂന്നാമത്തെ പദം 9-ാം വാക്യത്തിലുണ്ട്. And the third title or privilege which is given is there in verse 9 for the church നിങ്ങളോ of God. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ. We are of him who hath called you out of darkness into his marvelous light. എവിടോട്ടാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? Where have we been called to? നമ്മൾ ആ ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ട് ഇത് ചിന്തിക്കണം. We are doing this in continuation of what we എവിടോട്ടാ are നമ്മളെ doing. വിളിച്ചിരിക്കുന്നത്? Where have we been called to? ആത്മീയ ഗൃഹത്തിലോട്ടാ വിളിച്ചിരിക്കുന്നത്. We are called to a spiritual house, സഭയിലോട്ടാ. the church of God. വിശുദ്ധ മന്ദിരത്തിലോട്ടാ വിളിച്ചിരിക്കുന്നത്. We are called to a holy temple, സഭയിലോട്ടാ. the church of God. അത്ഭുത പ്രകാശത്തിലോട്ടാ വിളിച്ചിരിക്കുന്നത്. We are called to the marvelous light. അപ്പൊ അതും എന്തിനെ സൂചിപ്പിക്കുന്നു? So what does it signify? ദൈവസഭയെ സൂചിപ്പിക്കുന്നു. It again signifies the church of God. അത്ഭുത പ്രകാശം എന്നെന്താ പറയാൻ കാരണം? Why is it called the marvelous light? ദൈവസഭ ഒരു അത്ഭുത വിഷയമാണ്. The church of God is indeed marvelous. ദൈവസഭ ഇന്ന് ലോകത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. The church of God is marvelous in this world. ഇത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇതിനെ നശിപ്പിക്കാൻ ആരെല്ലാം ശ്രമിച്ചു? Till the day of its inception, many people have tried to destroy it. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ആരെല്ലാം ഇതിനെ അവസാനിപ്പിക്കാനായിട്ട് കഠിന ശ്രമം നടത്തി. In the very first century, many tried to destroy it. ഇതിനെ ഒന്നുമില്ലാതെ നശിപ്പിക്കാൻ ശ്രമിച്ച ആള് തന്നെയാ പിന്നീട് ഇതിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറിയത്. And the one who tried to destroy it the most later became a very preacher in this. പൗലോസ്. തന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. And we know about Paul and his history. ആരൊക്കെ പിന്നീട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. And we see many others who followed in the same way. നമ്മൾ ഒരു കാര്യം ബൈബിളിലൂടെ പഠിച്ചാൽ അറിയാം. We can understand one thing from the Bible. ദൈവസഭയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ From the inception of the church till the history, എന്നൊക്കെ എവിടൊക്കെ പുറത്തുനിന്ന് ഇതിനെ നശിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ, whatever has tried to destroy it from the outside, അതൊന്നും സഭയെ ബാധിച്ചിട്ടില്ല. it has never been successful. അതിന്റെ നടുവിൽ സഭ വളർന്നിട്ടേ ഉള്ളൂ. Amidst that, the church has only grown. അതൊരു പക്ഷേ ഭരണാധികാരികളായിരിക്കാം, It may be rulers, ഒരുപക്ഷെ മതത്തിന്റെ ഉന്നതന്മാരായിരിക്കാം, it may be religious leaders, അല്ലെ റോമൻ ഗവൺമെന്റും യഹൂദ മതവും തുടങ്ങി കാലങ്ങളായി ആരെല്ലാം ശ്രമിച്ചു. included where the Roman government and the Jewish leaders, whoever has tried. പക്ഷേ അത് വളർന്നിട്ടേ ഉള്ളൂ. But the church has only grown. എന്നാൽ എവിടെങ്കിലുമൊക്കെ സഭയെ അല്പമെങ്കിലും തളർത്തിയിട്ടുണ്ടെങ്കിൽ, But something that has weakened the church in any way, അത് പുറമേയുള്ള പ്രശ്നമല്ല, it's not external problems. അകത്തെ പ്രശ്നങ്ങൾ കൊണ്ടേ സഭ തളർന്നിട്ടുള്ളൂ. The church has become weakened only because of internal പുറത്തെ problems. പ്രതികൂലങ്ങൾ കൊണ്ട് സഭ വളർന്നിട്ടേ ഉള്ളൂ. From external difficulties, the church has only grown amidst that. നമ്മളത് തുടക്കം മുതൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ചരിത്രം പഠിച്ചാലും അറിയാം. When we read the historical events in Acts of the Apostles, we can understand that. പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്തോറും സഭ വളർന്നു വന്നു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. As the opposition grew, the church of God grew and multiplied. എന്നാൽ എവിടൊക്കെ അകത്ത് പ്രശ്നമുണ്ടായോ, But wherever the problems were there internally, അവിടെ സഭയെ അത് വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. it affected the growth of the church. അത് അന്നും ഇന്നും അങ്ങനെ. It's the same in that age and today as well. നമ്മൾ ഏറ്റവും ഭയപ്പെടുന്നത് എവിടുത്തെ പ്രശ്നമാണ്? What do we fear the most? പുറത്തുനിന്നുള്ള പ്രതികൂലങ്ങളാ. All the difficulties and problems that we face from നിയമങ്ങൾ outside. നമുക്കെതിരാകുന്നു, നിയമങ്ങൾ നമുക്കെതിരാകുന്നു, Laws are turning against us, അധികാരികൾ നമുക്ക് അനുകൂലമല്ല, authorities are not with us, സുവിശേഷ പ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, and there are many restrictions on the gospel work. കൂടിവരവുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, There are restrictions on gathering ഒത്തിരി together. ഒത്തിരി പ്രതികൂലങ്ങൾ. There are many difficulties. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, ഇത് 1-ാം നൂറ്റാണ്ട് മുതലേ ഉള്ളതാ. These things have not started recently. They are there from the old times. ഇതൊക്കെ വർദ്ധിക്കും തോറും സഭ വളർന്നിട്ടേ ഉള്ളൂ.
Whenever these problems have increased, the church has only grown. പക്ഷെ എന്നൊക്കെ അകത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, But whenever problems started എവിടൊക്കെ തമ്മി internally, പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, wherever difficulty started there, അത് being there സഭയെ between each ബാധിച്ചിട്ടുണ്ട്. other, it has affected the church. നിലവിളക്ക് നീക്കി കളയുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. The lampstand itself will be removed. അങ്ങനെയാണ് സഭയുടെ ചരിത്രം പഠിച്ചാൽ നാം മനസ്സിലാക്കുന്നത്. And that is what we understand from the history of the church. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഇന്നും ലോകത്തിൽ ഒരു അത്ഭുത വിഷയമാണ്. And that is why the church is a marvelous subject here. അതുകൊണ്ട് ഇവിടെ പറയുക അത്ഭുത പ്രകാശമാണ്. And that is why we are referred to as a marvelous ഇനി light. ഇത് ആരുടെ അത്ഭുത പ്രകാശമാണ്? Who are you are a light of who are you reflecting? തന്റെ അത്ഭുത പ്രകാശം. We are called into his marvelous light. ആരായി തന്റെ, ആരായി താൻ? Who is this his? നമ്മളെ വിളിച്ചവൻ, The one who has called us. നമ്മെ വിളിച്ചവന്റെ അത്ഭുത പ്രകാശമെന്ന് അവിടെ പറയുന്നത്. And it says here we are called into the marvelous light of the one who has called us. ആരാ വിളിച്ചത്? Who has called us? ധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ വാ ഞാൻ ആശ്വസിപ്പിക്കാം. ആരാ വിളിച്ചത്? Who has called us? Come, you are heavy laden, come to me, those who are weary. നമ്മുടെ കർത്താവ് തന്നെ. Our Lord Jesus അപ്പൊ Christ. ഇത് ആരുടെ വകയാണ്? ഇത് ആരുടെ വകയാണ് ഈ സഭ? So this church belongs to whom? തന്റെ അത്ഭുത പ്രകാശം. It's his marvelous ഇനി light. ഇവിടെ പ്രകാശം വെളിച്ചം എന്നൊക്കെ പറയുമ്പോൾ So when we see here light and we see here a calling, നമുക്കറിയാം നമ്മളെ കുറിച്ച് അല്ലെ ലോകത്തെ കുറിച്ച് പറയുന്നത് ഇരുളിൽ കിടന്നവരെന്ന്, ഇരുട്ടെന്നും പറയുന്നുണ്ട്. the scripture tells us that we or even the world, we were in darkness. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് വിശ്വാസികൾ നിങ്ങളോ മുൻപ് ഇരുളായിരുന്നു എന്ന്. And we were even called darkness in the book of Ephesians by Paul. നമ്മൾ ഇരുട്ടാ, So we are darkness. ഇരുളിൽ കിടന്നവരാ. We were in darkness. പക്ഷെ ഇപ്പോഴോ But now യഥാർത്ഥ വെളിച്ചത്തെങ്കിലേക്ക് വന്നവരാ. we have come into the true light. ആ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന്. The gospel according to John tells us that it is a light which is illuminating by its true light every man. അപ്പൊ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരാ നാം. And we have been called out of the darkness into this marvelous light. പാപത്തിൽ നിന്ന് ദൈവസഭയുടെ ഭാഗമായി തീർന്നവരാ നാം. We were partakers of sin, yet now we are in the church of God. ഇന്ന് ഈ അത്ഭുത പ്രകാശത്തിനകത്ത് In this marvelous light, നമ്മൾ ആരാ? who are we? നമ്മുടെ പദവി എന്താ? What is our privilege? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. And we see this statement about അവൻ John the ജ്വലിച്ചു Baptist. പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. And he was a burning lamp, a 5-ാം living lamp. അധ്യായത്തിന്റെ 35-ാം വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം. In John chapter 5 and verse 35, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. he was a burning and shining light. യോഹന്നാൻ സ്നാപകൻ നമ്മെ പോലെ തന്നെ കേവലം ഇരുളാ. And we can understand that John the Baptist was like us. പക്ഷെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുക ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക്. He was referred to as a burning and shining light. ഇതാ നമ്മുടെ അവസ്ഥ. This is our position. നമ്മളും വിളക്കുകളെന്ന് പറയാം, We can call ourselves as light, പക്ഷെ വെളിച്ചമില്ലാത്ത വിളക്കുകളായിരുന്നു. but we are lamps without light. എപ്പം നമ്മൾ ക്രിസ്തു എന്ന യഥാർത്ഥ വെളിച്ചത്തെങ്കിലേക്ക് വന്നോ, When we came unto that true light that is Christ, എപ്പോൾ നമ്മൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ഇടയായോ, when we believed in Christ, the light of the world, നാമും ജീവനുള്ള വിളക്കുകളായി മാറി, വെളിച്ചമുള്ള വിളക്കുകളായി മാറി. we also became lamps which are lighted, which had life. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പറയാം ഈ അത്ഭുത പ്രകാശത്തിനകത്ത് വെളിച്ചമുള്ള വിളക്കുകളാണ് നാം. So we can say that in this marvelous light, we are burning lamps. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? So what then is our responsibility? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു വാക്കുകൾ ഒന്ന് വായിക്കാം. Matthew chapter 5, we can read one verse കർത്താവ് from തന്റെ here. ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. The Lord is talking to his disciples നിങ്ങൾ here. ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. He says, you are the salt of the earth. എന്നിട്ട് അടുത്ത് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Then next he refers to them as light of the world. യോഹന്നാൻ 5:14 In chapter 5 and verse 14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Ye are the light of the world. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? What does he say next? അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. He says something which we think, which പക്ഷേ we അത് may think വളരെ is not related. ബന്ധപ്പെട്ട ചില വാക്കുകളാണ്. But it's really related to that. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. A city that is set on a hill cannot be hid. ഏതാ ഈ മലമേലിരിക്കുന്ന പട്ടണം? So which is this city which is on a hill? തന്റെ ശിഷ്യന്മാരോട് പറയുന്നേ, He's talking to his നമ്മളോടാ. disciples. He's talking to us. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. You are the light of the world. എന്നിട്ട് അടുത്ത് പറയാ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. But next he says a city that is set on a hill cannot be hid. അപ്പൊ ഈ വിളക്ക്, കത്തിയ വിളക്ക്, ലോകത്തിന്റെ വെളിച്ചമാകുന്ന വിളക്കുകൾ എവിടെ ഇരിക്കുന്നേ?
So where are these lights of the world sitting? അത് മലമേലിരിക്കുന്ന പട്ടണമെന്നാ പറയുന്നത്. They are referred to as a city which is set on a hill. എന്താ ഈ മലമേലിരിക്കുന്ന പട്ടണം? So which is this city set on a hill? ഞാനത് വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ, അത് സാർവത്രിക സഭയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. Let me say this quickly. It refers to the universal church. മലമേലിരിക്കുന്ന പട്ടണം എന്നൊക്കെ കാണുമ്പോൾ വെറുതെ അതങ്ങ് സഭയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയായ ഒരു വ്യാഖ്യാനമല്ല കേട്ടോ. If we talk about that city on the hill, to interpret it as a church may not be the right way to പക്ഷെ do it. വചനം അങ്ങനെ തെളിവ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. But if the word confirms the same, we can say it. ഉണ്ട്. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകം 21 അധ്യായം വായിച്ചാൽ അറിയാം. We can see that in Revelations 21. അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. You can read it later from verse 9 യോഹന്നാൻ onwards. അപ്പോസ്തലൻ ദർശനങ്ങൾ കാണുകയാ, ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള ദൈവീക വെളിപ്പാടുകൾ പ്രാപിക്കുക. He is having visions. He is getting revelation from God about the things to happen in the future. അതിൽ വരാൻ പോണ 1000 ആണ്ട് വാഴ്ചയും നിത്യതയും ഒക്കെ ദൈവം അവനെ കാണിക്കുമ്പോൾ, And God is showing him the millennium and the eternity visions from that. പുതിയ ആകാശ പുതിയ ഭൂമിയുടെ ദർശനം കാണിക്കുന്ന രംഗമാണ് 21 അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. And from verse 9 onwards, we see here God is showing him a new heaven and a new earth. കർത്താവ് അവനെ വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിൽ കൊണ്ടു നിർത്തി. And the Lord takes him, carries him away to the top of a hill. എന്നിട്ട് പറയാ, ഞാൻ കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാം. And he says there, I will show you the bride, the lamb's എന്താ wife. കുഞ്ഞാടിന്റെ കാന്ത? നമുക്കറിയാം, അത് സഭയാ. He is the lamb's wife. Who's the lamb's wife? The അപ്പൊ church. സഭയെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു മലയുടെ മുകളിലേക്ക് വിളിച്ചോണ്ട് പോയി. Now to show him the church, he carries him away to a high mountain. യോഹന്നാൻ അവിടെ പോയി നിൽക്കുക. And John stands there സഭയെ കാണിക്കാൻ പോവാണ്. and wants to show the church. നോക്കിയപ്പോ എന്താ കാഴ്ച കണ്ടത്? So what is he seeing there? അത് 10 വാക്യത്തിലുണ്ട്. 21 അധ്യായം 10 വാക്യം വെളിപ്പാട് പുസ്തകത്തിന്റെ. Revelation 21 verse 10, we see that. ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. And he carried me away in the spirit to a great and high mountain and shewed me that great city, the holy Jerusalem, descending out of heaven from ഒരു God. വലിയ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയേച്ച് യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരുന്ന രംഗമാണ് കാണിച്ചു കൊടുത്തത്. And he shows him upon that high mountain the sight of a great city, the holy Jerusalem, descending. എന്താ കാണിക്കാമെന്ന് പറഞ്ഞത്? What did he say that he will show? കുഞ്ഞാടിന്റെ കാന്തയെ കാണിക്കാമെന്നാ പറഞ്ഞേ. He said, I will show you the സഭയെ lamb's ഞാൻ wife. കാണിച്ചു തരാമെന്നാ പറഞ്ഞേ. He said, I will show you the church. പുതിയ ആകാശ പുതിയ ഭൂമി കാലത്ത് ദൈവസഭ എവിടെയാ അതാ കാണിക്കാൻ പോകുന്നേ. And in that new heaven and the new earth, where is the church of God? പക്ഷെ കാണിച്ചത് എന്താ? What did he show? ഒരു മലയുടെ മുകളിൽ ഒരു പട്ടണം വന്ന് നിൽക്കുന്നതാ കാണിച്ചു. He shows him a city on top of a mountain. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതിനകത്ത് സഭയുണ്ട്. We can understand that from that the church is അപ്പൊ inside there. മലമേലിരിക്കുന്ന പട്ടണം അതെന്തിനെ കാണിക്കുന്നു? So which is that city which is set upon a hill? ദൈവസഭയെ കാണിക്കുന്നു. It shows the church. അതുകൊണ്ട് സഭ ആ വെളിച്ചം പരത്തണമെന്നാണ് ഇവിടെ പറയുന്നത്. And that is why the church is mandated to spread that അടുത്ത light. 15 വാക്യം പറയുന്നു, മത്തായി 5:15. But Matthew chapter 5 verse 15. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. But it says here, neither do men light a candle and put it under a bushel, but അവിടെ on വേറൊരു a വലിയ candlestick. സത്യമാണ് പഠിപ്പിക്കുന്നത്. There is a great truth here. നമ്മളൊക്കെ ആരാന്ന ഇതുവരെ ഞാൻ സൂചിപ്പിച്ചേ. Who are we? We were looking at that. ഈ അത്ഭുത പ്രകാശത്തിനകത്തെ കത്തിയ വിളക്കുകളാണ്. We are like burning, shining lamps in that marvelous light. ഈ കത്തിയ വിളക്കുകൾ അല്ലെ വെളിച്ചം കിട്ടിയ വിളക്കുകൾ എവിടെ കാണണം? So these burning or shining lamps, where should we find them? പറയുടെ കീഴിൽ വെക്കരുത്. Not under a bushel. നമ്മൾ വേറെ സുവിശേഷങ്ങളിൽ അത് വേറെ നിലകളിലും പറയുന്നുണ്ട്. In the other gospels, they are referred to by other things as well. കട്ടിലും കീഴിൽ വെക്കരുത്. Don't keep it under a bed. പാത്രം കൊണ്ട് മൂടരുത്. Don't cover it. നിലവറ വെക്കരുത്. Don't keep it on the floor. പറയുടെ കീഴിൽ വെക്കരുത്. Under the bushel. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. A lot of things are said. പക്ഷെ അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. But understand this one thing about ഇത് it. എവിടെ വെക്കേണ്ടത്? Where do we keep it? ഇത് എവിടെ കാണണം? Where should we see it? തണ്ടിന്മേൽ കാണണം. It should be on that candlestick. എന്താ ഈ തണ്ട്? What is this candlestick? അത് മനസ്സിലാകണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. If we have to understand this, we have to turn back to the book of Revelation. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. Chapter 1 and verse 13. യോഹന്നാൻ നമ്മുടെ കർത്താവിന്റെ മഹത്വം കാണുകയാണ്. John is seeing the glory of Christ. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. And he says here, I saw 7 golden candlesticks, and in the midst of the 7 candlesticks, one like unto the Son of Man. അവൻ കർത്താവ് എവിടെയാണ് നിൽക്കുന്നത്? Where is the Lord standing? In the midst of 7 candlesticks. He is standing in the midst of the 7 candlesticks. 7 വിളക്ക് തണ്ടുകളുടെ നടുവിൽ നിൽക്കുന്ന മഹത്വധാരിയായ കർത്താവ്. Our glorious Lord standing in the midst of the 7 candlesticks. അവിടെ ആ തണ്ടെന്നുള്ള വാക്ക് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. Now look at this usage of the word candlestick. പക്ഷേ മലയാളത്തിൽ അത് വ്യക്തമല്ല. It is not very clear in ഇംഗ്ലീഷിൽ Malayalam. അത് കാൻഡിൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ലാംപ്
സ്റ്റാൻഡ് എന്ന് തന്നെ പറയുന്നുണ്ട്. And in the English, we can see the references to a candlestick or lampstand. അപ്പൊ എവിടെയാ നിൽക്കുന്നത് കർത്താവ്? Where is the Lord standing? 7 വിളക്ക് തണ്ടുകളുടെ നടുവിൽ. He is standing amidst that 7 lampstands. ഏതാ ഈ 7 വിളക്ക് തണ്ട്? Who are these 7 lampstands? അതിന്റെ 20-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ട്. And we see that in the last part of verse 20. വിളക്ക് തണ്ടുകൾ 7 സഭകളാകുന്നു. These 7 candlesticks are the 7 churches. ഇവിടെ 2-3 അധ്യായത്തിൽ പറയുന്ന എഫെസോസ് തുടങ്ങി ലവോദിക്യ വരെയുള്ള 7 സഭകളാണത്. And we see here in chapter 2 and chapter 3 from Ephesus to Laodicea the 7 പ്രാദേശിക churches. സഭകളാണ്. The 7 local churches. 7 ആ സ്ഥലം സഭകളെ 7 തണ്ടുകളെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. These 7 local churches are referred to as 7 candlesticks. അങ്ങനെയാണെങ്കിൽ ഓരോ സഭയും ഓരോ തണ്ട. So we can understand each church is a candlestick. അല്ലെങ്കിൽ തിരിച്ചു ഞാൻ പറയട്ടെ, ഓരോ തണ്ടുകളും ഓരോ സഭകളാണ്. Or vice versa, each candlestick is a church. കത്തിയ വിളക്ക് എവിടെ കാണണമെന്നാണ് മത്തായി 5 പറയുന്നത്? Where should we see the lamp? അല്ല വെക്കേണ്ടത്. Not under a bushel. വീട്ടിലിരുന്നാ പോരാ. Not in the house. നിലവറയിൽ കിടന്നാ പോരാ. Not in the basement. കട്ടിലിന്റെ കീഴിലും അല്ല. Not under a bed. എവിടെ കാണണം? Where should be it? തണ്ടിന്മേൽ കാണണം. It should be on a candlestick. ഏതാണ് ഈ തണ്ട്? Which is this candlestick? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പറയുന്നു, ഒരു സ്ഥലം സഭയാണ് തണ്ട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. Revelation chapter 1 tells us it should be a local church. അങ്ങനെയാണെങ്കിൽ അത്ഭുത പ്രകാശം എന്ന ദൈവസഭയുടെ ഭാഗമായ കത്തിയ വിളക്കുകളായ ഓരോ വിശ്വാസിയും ഓരോ തണ്ടിന്മേൽ നിൽക്കുന്നവരായിരിക്കണം. So we believers who are part of that marvelous light, who are burning shining lamps, we should be a part of this lampstand or candlestick. അതിന്റെ അർത്ഥം എന്താ? So what does it mean? സ്ഥലം സഭയിൽ നല്ല ബന്ധം പുലർത്തി നിൽക്കുന്നവരായിരിക്കണം. So we should be someone who has a good fellowship or relationship with the local church. അത് തന്നെയാണ് ഇന്നലെയും ഞാൻ അവസാനം സൂചിപ്പിച്ചത്. And I was indicating the same last night. ശരിയായ ആത്മീയ വളർച്ച വേണമെങ്കിൽ ആത്മീയ ഗൃഹം എന്ന ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. If we want to grow correctly spiritually, we should have a relationship with the church. സ്ഥലം സഭയുമായി നല്ല ബന്ധം പുലർത്തുന്നവരായിരിക്കണം ഓരോ വിശ്വാസിയും. So each and every believer should have a good relationship with the local church. അതിന്റെ പ്രായോഗിക മറ്റൊരു വശമാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ പറയുന്നത്. And in Hebrews chapter 10 we were looking at other aspects of this relationship. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. And it exhorts us not to forsake the assembling of ourselves together as some. സഭയുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധം നല്ല ദൃഢതരമായ ബന്ധമായിരിക്കണം. The spiritual relationship that we have with the local church should be sure and steadfast. അപ്പോൾ നമ്മൾ ദൈവസഭ എന്ന നിലയിൽ 3 പദങ്ങളെയാണ് ഇപ്പോൾ ഈ വേദഭാഗത്ത് കണ്ടത്. And in this particular passage we saw 3 aspects of the church of God. ഒന്ന്, ആത്മീയ ഗൃഹമാണ് ദൈവസഭ. The first thing we saw was that the church is a spiritual house. 2, വിശുദ്ധ മന്ദിരം എന്ന ദൈവസഭ. Second, we saw the church of God as a holy temple. 3, അത്ഭുത പ്രകാശം എന്ന ദൈവസഭ. And the third thing that we saw, the church of God as the marvelous light. ആത്മീയ ഗൃഹം എന്ന ദൈവസഭയിൽ നാം ജീവനുള്ള കല്ലുകളാണ്. And in this spiritual house, the house of God, we are lively stones. പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നു. It shows our relationship with each other. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിൽക്കുന്നതിന്റെ ആവശ്യകത ഓർപ്പിക്കുന്നു. It reminds us of the importance of standing on the fundamental doctrine. വിശുദ്ധ മന്ദിരത്തിലെ പുരോഹിത വർഗമാണ് നാം. We are priesthood in the holy temple. വിശുദ്ധ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ ദൈവ ആരാധനയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. It shows the importance of worship towards God as a holy priesthood. രാജകീയ പുരോഹിത വർഗം എന്നുള്ള നിലയിൽ സുവിശേഷ വേല ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത ഓർപ്പിക്കുന്നു. It shows the importance of the work of the gospel according to our royal priesthood. അത്ഭുത പ്രകാശത്തിലെ വെളിച്ചമുള്ള വിളക്കുകളാണ് നാം. And we are called to this marvelous light, and we are the burning shining lamps. സ്ഥലം സഭയുമായി നല്ല ബന്ധം നിലനിർത്തി മുൻപോട്ട് പോകേണ്ടുന്നതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നു. It shows of the importance of going forward in a good relationship with the local church. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ ചില വാക്യങ്ങൾ സ്ഥലം സഭയുമായി ദൈവസഭയുമായി ഓരോ വിശ്വാസികൾ പുലർത്തേണ്ടുന്ന ബന്ധത്തെക്കുറിച്ച്, ആ ദൈവസഭയിലെ നമ്മുടെ ചില പദവികളെക്കുറിച്ച്, ആ പദവികൾ നമ്മെ ഓർപ്പിക്കുന്ന നമ്മുടെ കടപ്പാടുകളെക്കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത്. And we saw here in these few verses of the first epistle to Peter, we saw the privileges which have been given and also the responsibilities which come with these privileges. ദൈവസഭയ്ക്കകത്ത് നമുക്ക് പ്രവേശനത്തിന് ധൈര്യം തന്നു എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ആ അനുഗ്രഹം, അതിൻ്റെ മഹത്വവും അതിൻ്റെ പദവിയും അതിൻ്റെ ചുമതലകളും തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഈ ചെറിയ പഠനത്തിലൂടെയും ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Holy Spirit help us with this study to understand the importance of the glorious entrance which we have been given into the church of God and the privileges and responsibilities which come with it. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. May God's great name be glorified.